കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇതാ മോളെ, ഈ പാല് കൊണ്ടുപോകും. മണിയറയിലേക്ക് കൊണ്ടുപോകേണ്ടതേ വെള്ളമില്ല, പാലാ. പാലോ? പാലൊക്കെ എന്തിനാ മുത്തശ്ശി? നിന്റെ ഭർത്താവിന്റെ തലയിൽ ഒഴിച്ച് അഭിഷേകം ചെയ്യാൻ. ഒന്നും അറിയാത്തവളെ പോലെ ചോദിക്കുന്നു. ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രി. ഈ പാല് കൊണ്ടുപോയി രണ്ടുപേരും പകുതി പകുതി കുടിക്കണം, ശരിയല്ലേ? നോക്ക്, വെറുതെ ഇങ്ങനെ തലയാട്ടിയാ പോരാ. നാളെ രാവിലെ എണീറ്റ് നല്ലൊരു വിശേഷം പറയണം. ഇല്ലെങ്കിൽ നിന്റെ അമ്മായിയോട് പറയും ഞാൻ. പറഞ്ഞത് മനസ്സിലായോ? അഭിമോൻ കാത്തിരിക്കുന്നുണ്ട് അവിടെ. പോയി കഥ കടച്ചേക്ക്. പോ മോളെ. ഭഗവാനെ, രണ്ടുപേരുടെയും ആദ്യത്തെ രാത്രിയാണ് നടക്കാൻ പോകുന്നത്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. സിസ്റ്റർ. എന്താ സിസ്റ്റർ? അയ്യോ, എന്തൊരു സ്മെല്ല. ആ, ചാണകത്തിന്റെ ആയിരിക്കും. കുളിച്ചിട്ടും അത് പോയില്ലേ? നിങ്ങളുടെ നാറ്റം മാറിയെന്നാണോ? അപ്പോ എന്റെ മേത്തുനിന്നും ചാണകത്തിന്റെ സ്മെല്ലാണോ വരുന്നേ? വല്ലാതെ നാറുന്നുണ്ട്. എന്നിട്ട് എനിക്കത് അറിയുന്നില്ലല്ലോ. ആ, സ്വന്തം നാറ്റം അവരവർക്ക് അറിയാൻ പറ്റില്ലെന്ന് പറയുന്നത് വെറുതെ അല്ലല്ലോ. അതിരിക്കട്ടെ, എന്നെ എന്തിനു വിളിച്ചെന്ന് പറ. അഭി റൂമിലേക്ക് പോയിരിക്കുക, കണ്ടില്ലേ? അവളും പിറകെ പാൽ ഗ്ലാസ് കൊണ്ട് പോയിട്ടുണ്ട്, ഞാൻ കണ്ടതാ. ഇപ്പൊ ആ മുറിക്കുള്ളില് എന്താ നടക്കുന്നതെന്ന് അറിയാമോ സിസ്റ്റർ? അവരുടെ ആദ്യ രാത്രിയല്ലേ, എനിക്കെങ്ങനെ അറിയാനാ? ഈ പ്രായത്തിൽ ഈ നാണത്തിന്റെ ആവശ്യമുണ്ടോ? സിസ്റ്റർ പറ, എന്താ സംഭവിക്കുന്നേ? വഴക്ക് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ അവരെ കണ്ട വഴക്കിടുന്ന മൂഡിലല്ലല്ലോ. സിറ്റുവേഷൻ അങ്ങനെയാണല്ലോ. ആദ്യ ഭർത്താവിന്റെ ഓർമ്മകളുമായിട്ടാ വസു ജീവിക്കുന്നേ. ആദ്യ ഭാര്യയുടെ ഓർമ്മകളുമായി അഭയും ജീവിക്കുന്നു. ആ മെമ്മറീസ് ഒക്കെ അവരിലുള്ളപ്പോ അവരൊന്നാകുക എന്ന് പറഞ്ഞാ ഒരിക്കലും നടക്കില്ല. പിന്നെന്തിനാ അവര് രണ്ടുപേരെയും മണിയറയിലേക്ക് ആക്കിയത്? അവരൊന്നായിട്ടില്ലെന്ന് നിങ്ങളുടെ ചേച്ചി അറിഞ്ഞാ എന്താ സംഭവിക്കുക? വലിയ പ്രശ്നമായിരിക്കും. അങ്ങനെ പ്രശ്നം ഉണ്ടാവാൻ ഇങ്ങനെയാ ഞാൻ റൂട്ടുണ്ടാക്കുന്നേ. ഒരുപക്ഷെ വസു അഭിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് ഭയന്ന് വസു ഒരുമിക്കാൻ ശ്രമിച്ചാലോ? ഞാൻ രാവിലെ തന്നെ പറഞ്ഞതല്ലേ, വസു അങ്ങനെ എങ്ങാനും ചെയ്താൽ അഭി അവളെ വെറുത്ത് റൂമിൽ നിന്നും പുറത്താക്കുമെന്ന് ഉറപ്പാണ്. രണ്ടിലേതെങ്കിലും ഒന്ന് നടന്നാലും സംഗതി അടിപൊളിയായിരിക്കും സിസ്റ്റർ. ആ, എന്തായാലും അവിടെ എന്ത് നടക്കുന്നുണ്ടോ എന്തോ. വാട്ടർ ബോട്ടിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇവളെന്താ പാല് കൊണ്ടുവന്നിരിക്കുന്നത്? എന്തിനായിരിക്കും പാല് കൊണ്ടുവന്നേ? ഈ സമയത്ത് വെള്ളമല്ലാതെ ഞാൻ വേറൊന്നും കുടിക്കില്ലെന്ന് അറിയാലോ. ഏട്ടാ, പാല്
കുടിച്ചോളൂ. ആദ്യം ഏട്ടനല്ലേ ഇത് കുടിക്കണ്ടേ? ഞാനോ? എന്തിന്? മുത്തശ്ശി അങ്ങനെയാ പറഞ്ഞത്. മുഴുവൻ പാലും അഭിയെ കൊണ്ട് കുടിപ്പിക്കരുത്. അതിന്റെ പകുതി നീ തന്നെ കുടിക്കണം. അതെ ഏട്ടാ, മതിയാക്ക്. മുഴുവനും കുടിച്ചു തീർക്കണ്ട. പകുതി എനിക്ക് തന്നോളൂ. അതെന്തിനാ? മുത്തശ്ശി അങ്ങനെ പറഞ്ഞു. മുത്തശ്ശി വേറെ എന്തെങ്കിലും പറഞ്ഞോ? അത് ഏട്ടനോട് എനിക്കത് പറയണമെന്നുണ്ട്. ഒരുപാട് ലേറ്റായി, പോയി കിടക്കാൻ നോക്ക്. അതെ ഏട്ടാ. മനസ്സിലായില്ലേ? ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി, അതുകൊണ്ട് ചെന്നിടന്ന് ഉറങ്ങാൻ പറഞ്ഞതാ. അതല്ല ഏട്ടാ, മുത്തശ്ശി ഒരു... എനിക്കെല്ലാം മനസ്സിലായി. സോറി. മുത്തശ്ശി പൂജയുടെ കാര്യം പറഞ്ഞിരിക്കുന്ന ഞാൻ വിചാരിച്ചേ. ഈ കാര്യമാണെന്ന് അറിഞ്ഞില്ല. മുതിർന്നവരല്ലേ, അവരെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളെല്ലാം അതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. തനിക്ക് എന്ത് തോന്നുന്നോ അത് ചെയ്താൽ മതി. താനിതൊന്നും മനസ്സിൽ വെച്ചേക്കണ്ട. ആ വിഷയത്തെക്കുറിച്ച് ഓർത്ത് താൻ സങ്കടപ്പെടേണ്ട ആവശ്യമേ ഇല്ല. സമാധാനമായി സന്തോഷത്തോടെ ജീവിച്ചോ. എനിക്ക് ഒരു വിഷമവും ഇല്ല. അത് തന്റെ താഴ്മ ഉണ്ടാ. ഇല്ല ഏട്ടാ, മുത്തശ്ശി അങ്ങനെ പറഞ്ഞത്. നമ്മള്... താൻ ഇങ്ങനെ കിടന്ന് വിഷമിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യ. തന്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയാത്തൊരു ദുഷ്ടനൊന്നുമല്ല ഞാൻ. തന്നെ ഇങ്ങനെ വെറുതെ ഇട്ട് കഷ്ടപ്പെടുത്താനായിട്ട് മനസാക്ഷി ഇല്ലാത്തവനുമല്ല. ഈശ്വരാ, ഇതെങ്ങനെയാ ഏട്ടനോട് പറയാ? നമ്മൾ ഒന്നായില്ലെങ്കിൽ ഏട്ടൻ ആപത്താവുന്നുള്ള കാര്യം എങ്ങനെയാ പറയാ? താൻ എന്റെ കുട്ടികൾക്ക് അമ്മയായിട്ട് വന്നിരിക്കുക. ഉണ്ണിക്കൊരു അച്ഛനായിട്ട് ഇരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ രണ്ടുപേരും ഇപ്പൊ പാരന്റ്സ് ആണ്. നമുക്കിടയിൽ നല്ല സൗഹൃദമുണ്ട്. ആ ബോർഡർ ഞാൻ ഒരിക്കലും ക്രോസ് ചെയ്യില്ല. തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ താൻ അതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട. എല്ലാ കാര്യങ്ങളും എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. ഏട്ടൻ നന്നായിട്ടിരിക്കണമെന്ന് ആഗ്രഹിച്ച ഞാൻ ഏട്ടന്റെ ഭാര്യ ഇട്ടിരിക്കണമെന്ന് വിചാരിക്കുന്ന ഈ കാര്യം ഞാൻ എങ്ങനെ ഏട്ടനോട് പറയാ? തന്റെ മനസ്സിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. തനിക്കൊന്നും സംഭവിക്കാതെ നോക്കേണ്ട കടമ എന്റേതാണ്. വിശ്വസിക്കാൻ. ഈശ്വര, ഏട്ടനൊരു ആപത്തും വരുത്താതെ നോക്കേണ്ടത് അങ്ങയുടെ ഉത്തരവാദിത്വം കൂടിയാ. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഏട്ടൻ ചോദിക്കുന്നുമില്ല, ഒന്നും മനസ്സിലാക്കുന്നുമില്ല. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. ഗുഡ് നൈറ്റ്. ചെന്ന് കിടന്നോളൂ. ശരി എന്നാ.
സിസ്റ്റർ, അഭിയും വസും ഇതുവരെ വന്നില്ലല്ലോ. ഒരുപക്ഷെ അവരുടെ ആദ്യ രാത്രി കഴിഞ്ഞിട്ടുണ്ടാവില്ല. അത് സ്വപ്നത്തിൽ പോലും നടക്കില്ല. നോക്കി നിന്നോളൂ, ഇപ്പൊ വലിയ പ്രശ്നം ഉണ്ടാവാൻ പോന്നെ. എല്ലാവർക്കും ഈ ഉത്സവ ദിനാശംസകൾ. അനു, കീർത്തി കണ്ടോ നിങ്ങളുടെ ചേട്ടൻ എത്ര ഭംഗിയായിട്ട് ആശംസകൾ നേർന്നതെന്ന്? നിങ്ങളും ഇതുപോലെ തന്നെ പറയണം. ഹാപ്പി ഉത്സവ ദിനം. ഹാപ്പി ഉത്സവ ദിനം. അല്ല, എന്താ അഭിയും വസുവിനെയും കാണാത്തെ? അവരിങ് എത്തും അമ്പികെ, നിനക്കെന്താ ഇത്ര തിടുക്കം? എല്ലാവർക്കും ഉത്സവ ദിനാശംസകൾ നേരുന്നു. അതെന്തായാലും നന്നായി അബി. നേരത്തെ ഉണ്ണി പറഞ്ഞ പോലെ തന്നെ. വാസു എവിടെ അബി? അവളിപ്പോ എത്തും. നാട്ടിലുള്ളവരെല്ലാം പേടിച്ചിരിക്കുമ്പോ ഇവർക്ക് വേറെന്തോ പേടിയാണല്ലോ. ഈ വാസു ഇത് എവിടെ പോയി കിടക്കുക? ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. വല്യമ്മ എന്തിനാ പോന്നെ? ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. നിങ്ങൾ രണ്ടുപേരും എന്തിനാ വരുന്നത്? ഞാൻ പോവാം. ആ വാ വാ. ആ നിൽക്ക്, ഞാനും കൂടെ വരുന്നു. എന്താ വല്യേട്ടാ ഏട്ടത്തെ കൂട്ടാനായിട്ട് ഇത്രയും പേര് ഒരുമിച്ച് പോകുന്നേ? കാര്യം എന്താ നിന്റെ ഏട്ടത്തിയോട് ചോദിക്കും. എന്നോട് എന്തിനാ പറയുന്നത്? അനിയനോട് ചോദിക്കാൻ പറ. വല്യമ്മേ, നമുക്ക് പോയിട്ട് ചോദിച്ചാലോ? നിങ്ങൾ ഇത്രയും പേരെന്തിനാ? ഞാൻ തന്നെ പോയി ചോദിച്ചോളാം. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്. ആ ചെല് 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 ചെല്. ചോദിക്കാം, നിക്ക്. വസു, വസു. വസു, എന്റെ പത്രമാറ്റ് തങ്കം. പൊട്ട് നേരെയാക്കുമോളെ. വേഗം ശരിയാക്കിക്കോ. എല്ലാവരും വന്നിട്ടുണ്ട്. ചടങ്ങുകൾ തുടങ്ങാൻ പോവാ. വാ പോകാം. ആ സാരി കൂടി ഒന്ന് നേരെയാക്ക്. മമ്മി, ഫാസ്റ്റ് നൈറ്റ് കഴിഞ്ഞു മമ്മി.
ഒരാവശ്യമില്ലാതെ അവരെ ഒരുമിപ്പിച്ചില്ലേ സിസ്റ്റർ? അവള് പറ്റിക്കോ? വെറുതെ കള്ളം പറയാ അവള്. ഒന്നും നടന്നിട്ടുണ്ടാവില്ല. അതെങ്ങനെ സിസ്റ്ററിന് പറയാൻ പറ്റും? അവരെത്ര പെട്ടെന്ന് ഒന്നു ചേരുന്ന ക്യാരക്ടേഴ്സ് ഒന്നും അല്ല. അതിനൊക്കെ ഒരുപാട് സമയമെടുക്കും. പിന്നെ എങ്ങനെ ഈ വിഷയം മുത്തശ്ശി അറിയിക്കും മമ്മി? അതിനെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. വാ, ഇപ്പൊ പുറത്തേക്ക് പോ. ഈ രണ്ടുപേരും ഒരുമിച്ചിട്ടേ ഇല്ല. വസുവിന് ഞാൻ വെച്ചിട്ടുണ്ട്. മരുമക്കളെ, വിറകിന് തീ കൊടുക്ക്.